ോളം എത്തി നിൽക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പെരുന്നാൾ ദിവസം നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം, ഇനി അള്ളാഹു നമ്മൾക്ക് നൽകിയ സ്വർഗത്തിന്റെ വക്കോളം എത്തിയ നമ്മൾ ഇനി തിരിച്ച് അതേ പാപങ്ങളിലേക്ക്, അതേ തെറ്റുകളിലേക്ക്, അതേ അബദ്ധങ്ങളിലേക്ക് ബോധപൂർവം ചെന്നുപെടുക എന്നതിനേക്കാളും വലിയൊരു നന്ദികേട്, ഒരു ക്രൂരത അള്ളാഹുവിനോടും നമ്മളോടും നമ്മൾക്ക് ചെയ്യാനില്ല. അഥവാ ഏതൊരു പാപങ്ങൾ പൊറുക്കാനാണോ നമ്മൾ അള്ളാഹുവിനോട് 30 ദിവസം പ്രാർത്ഥിച്ചത്, തഹജ്ജുദിൽ തേടിയത്, തറാവീഹിൽ തേടിയത്, നമസ്കാരത്തിന് ശേഷം തേടിയത്, അതേ തെറ്റുകളിലേക്ക് ഈ ഒരു ദിവസത്തോടുകൂടി ബോധപൂർവം തിരിച്ചു നടക്കുക, അതേ അബദ്ധങ്ങൾ വീണ്ടും ജീവിതത്തിൽ വരിക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി സംഭവിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ചെറിയ സുന്നത്തായ കർമ്മങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യമായിരുന്നു റമദാനിലുള്ളത്. ആ ത്യാഗവും ആ പരിശ്രമവും റമദാനിന് ശേഷം നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഫർളായ നമസ്കാരം ഇനി ഒരിക്കലും ഞാനും എന്റെ കുടുംബവും ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ കൊണ്ട് സജീവമായിരുന്ന റമദാൻ, ഖുർആൻ അതേ പെരുന്നാളിന് ശേഷവും നമ്മുടെ വീടുകളിൽ ഒരു ദിവസം ഒരു പേജെങ്കിലും പാരായണം ചെയ്ത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരുടെ വീടായി നമ്മുടെ വീട് മാറ്റി തീർക്കുവാൻ നമ്മൾക്ക് തുടർ പരിശ്രമങ്ങളും ഉണ്ടാകണം. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ മനസ്സും സമ്പത്തുമെല്ലാം ശുദ്ധീകരിച്ചവരാണ് നമ്മൾ. അതേ മനസ്സിലേക്ക്, അതേ ജീവിതത്തിലേക്ക്, അതേ സമ്പത്തിലേക്ക് ഇനി അള്ളാഹു നിഷിദ്ധമാക്കിയ സമ്പത്തിന്റെ വഴികളോ, അള്ളാഹു നിഷിദ്ധമാക്കിയ അശ്ലീല കാഴ്ചകളോ, അള്ളാഹു നിരോധിച്ചിട്ടുള്ള വ്യത്യസ്ത